ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ഹാൻഡ് എംബ്രോയിഡറി ആണ്. ദാ ഈ കാണുന്ന പിക്ചർ ഞാൻ ഓൾറെഡി നേരത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പിക്ചർ കറക്റ്റ് ഇതുപോലെ തന്നെ എങ്ങനെ വർക്ക് ചെയ്യാമെന്നാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. സാരിയുടെ ചെസ്റ്റ് പോർഷനിലാണ് ഞാനിപ്പോൾ ഹാൻഡ് വർക്ക് ചെയ്യാൻ പോകുന്നത്. ചെസ്റ്റ് പോർഷൻ ഒരു 49 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. പല്ലു പാർട്ടിൽ നിന്ന് ഒരു 49 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഡിസൈൻ വരക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് ഇത് നല്ല ഭംഗിയിൽ ഫ്രണ്ടിൽ കാണുന്ന പോർഷനിൽ തന്നെ കിട്ടും. മാർക്കിംഗ് നമുക്ക് പെൻസിൽ യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഞാനിവിടെ ഒരു നീഡിൽ കുത്തി വെച്ചിട്ടാണ് ഏകദേശം അതിൻ്റെ ആ ഒരു പ്ലേസ് എവിടെയാണോ വേണ്ടതെന്ന് വെച്ച് ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പിക്ചർ സാരിയുടെ താഴെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നല്ലൊരു പെൻസിൽ യൂസ് ചെയ്തിട്ട് ഡിസൈൻ വരയ്ക്കാം. ഇവിടെ ഞാൻ എപ്പോഴും വരയ്ക്കാനായിട്ട് നമ്മുടെ HB പെൻസിലാണ് യൂസ് ചെയ്യാറുള്ളത്. HB പെൻസിലാവുമ്പോൾ നമ്മൾ ഒരുപാട് പ്രസ് ചെയ്തൊന്നും വരക്കേണ്ട ആവശ്യമില്ല. നല്ല ഭംഗിയിൽ ഈ കാണുന്ന പോലെ നല്ല ഡാർക്കായിട്ട് കിട്ടും. പിക്ചർ ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഒരു പകുതി വർക്ക് കഴിഞ്ഞു എന്നാണ്. അപ്പോൾ ഒട്ടും തെറ്റിപ്പോവാതെ കറക്റ്റായിട്ട് തന്നെ പിക്ചർ വരയ്ക്കുക. പിക്ചർ വരയ്ക്കുമ്പോൾ തെറ്റിപ്പോരെന്ന് പറയുന്നതിൻ്റെ കാര്യം നമ്മൾ ആ പിക്ചറിൻ്റെ പാട് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് പുറത്തൊക്കെ നിൽക്കും. അപ്പോൾ അതുകൊണ്ടാണ് കറക്റ്റായിട്ട് വരയ്ക്കണം. വരച്ച പാടിൽ കൂടെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യണമെന്നൊക്കെ പറയുന്നത്. ഡ്രോയിങ് നല്ല പെർഫെക്റ്റായിട്ട് ചെയ്താലാണ് നമുക്ക് സ്റ്റിച്ചിങ് നല്ല പെർഫെക്റ്റായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. എസ്പെഷ്യലി ചെസ്റ്റ് പോർഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ കാണുന്ന പാർട്ടാണ്. അപ്പോൾ അത് നല്ല ഭംഗിയിൽ വന്നാലാണ് അവിടുത്തെ ഫ്ലവേഴ്സൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. നെറ്റ് കോട്ട സാരി വർക്ക് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു പാർട്ട് ഈ ട്രേസിംഗ് ആണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ പിക്ചർ താഴെ വെച്ചാൽ തന്നെ നമുക്ക് സാരിയുടെ മുകളിൽ കൂടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പിക്ചർ ഡിസൈൻ ഇതിലേക്ക് വരച്ചെടുക്കാം. പിക്ചർ ട്രേസ് ചെയ്യുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പിന്ന് യൂസ് ചെയ്തിട്ട് ഈ പിക്ചറും സാരിയും തമ്മിലൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ചെറുതായിട്ടൊരു പേപ്പർ വെയിറ്റ് പോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് നീങ്ങി പോകാനൊന്നും ചാൻസ് ഇല്ല. ഇടയ്ക്ക് നീങ്ങി പോവുകയാണെന്നുണ്ടെങ്കിൽ പിക്ചറിൻ്റെ ഷേപ്പ് ആകെ മാറിപ്പോവും. അപ്പോൾ മാക്സിമം കെയർഫുള്ളായിട്ട് വേണം പിക്ചർ വരയ്ക്കാനായിട്ട്. ഇവിടെ ഞാനിന്ന് വർക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു ഡാർക്ക് ക്രീം കളർ സാരിയാണ്. അതായത് ഒരു പാൽച്ചായ കളർ സാരിയിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ കളേഴ്സ് പറയുമ്പോൾ ഫ്ലഷ് ടിൻറ്റ് അങ്ങനത്തെ ആ ഒരു കളർ ടോണാണ് ഈ സാരിക്കുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിലേത് കളർ ത്രെഡായിരിക്കും മാച്ച് ആവുന്നതെന്ന് സെലക്ട് ചെയ്യലാണ്. അപ്പോൾ ഞാൻ നോർമലി ത്രെഡ് സെലക്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ത്രെഡിൻ്റെ ബോക്സ് എടുത്ത് വെക്കും. എന്നിട്ട് പല പല കളേഴ്സൊക്കെ വെച്ച് നോക്കും. ഈ ബോക്സിലാട്ടോ ഞാൻ ത്രെഡ് സൂക്ഷിക്കുന്നത്. അതിലൊരുപാട് കളേഴ്സ് ഉണ്ട്. ചില സമയത്ത് നമ്മൾ ചില സാരി വർക്ക് ചെയ്യാൻ ഒരുപാട് കളേഴ്സൊക്കെ വാങ്ങും. അപ്പോൾ ബാക്കി വരുന്ന ത്രെഡുകളെല്ലാം ഇതിൽ സൂക്ഷിച്ച് വെക്കും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ത്രെഡ് സെലക്ട് ചെയ്ത് എടുത്തിട്ട് അത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഷോപ്പിൽ പോയിട്ട് നമുക്ക് കൂടുതൽ നമ്പേഴ്സ് വാങ്ങാം. അപ്പോൾ ഇങ്ങനെയുള്ള ത്രെഡ് എടുത്ത് നോക്കുവാണെങ്കിൽ ഏതാണ് ഇതിന് മാച്ച് ആവുന്നതെന്നൊക്കെ അറിയാനായിട്ട് സാധിക്കും. ഈ സാരി കുറച്ച് ലൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചതിൽ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള വർക്ക് ചെയ്യുവാണെങ്കിൽ കാണാനായിട്ട് നല്ല അട്രാക്റ്റീവ് ആയിരിക്കും. ഈ സാരിയുടെ കളർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കളറാട്ടോ. അതായത് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. നമുക്ക് ഏത് സിറ്റുവേഷനിലും വെയർ ചെയ്യാൻ പറ്റിയൊരു കളറാണിത്. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഈ സാരി ഇന്ന് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ച്. ഈ ഓറഞ്ച് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് നല്ല ഒലിവ് ഗ്രീൻ, ഡാർക്ക് ഒലിവ് ഗ്രീൻ സ്റ്റെം ആൻഡ് ലീഫും കൂടി കൊടുത്തിട്ട് വർക്ക് ചെയ്യാം. നെക്സ്റ്റ് പാർട്ട് ഫ്രെയിം ഫിക്സ് ചെയ്യലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ചെറിയ ഫ്രെയിം ഇട്ട് ചെയ്യുവാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഫ്ലവറിൽ ഒരു 4 ഫ്ലവറിൻ്റെ ബഞ്ച് കണക്റ്റ് ആയിട്ടിരിക്കുന്ന പോലത്തെ ഒരു ഫ്ലവർ ബഞ്ചാണിത്. അപ്പോൾ ഒരു 2 എണ്ണം ചെയ്യാൻ പറ്റിയ രീതിയിൽ ഞാനൊരു ചെറിയ ഫ്രെയിം സെലക്ട് ചെയ്തു. അപ്പോൾ ഫ്രെയിം വെക്കുന്ന സമയത്ത് നമ്മൾ കെയർഫുള്ളായിട്ട് പതുക്കെയൊക്കെ വെക്കുക. നമ്മുടെ ഈ സാരി ഒരുപാട് വലിഞ്ഞു പോവാതെയൊക്കെ പെർഫെക്റ്റായിട്ട് വെക്കുക. ഹാൻഡ് വർക്ക് ചെയ്യാനായിട്ട് ഞാൻ നോർമലി യൂസ് ചെയ്യുന്ന നീഡിൽ കൂടി നിങ്ങളെ ഞാൻ കാണിക്കാം. ഇത് ഒരു പാക്കറ്റിന് 25 രൂപയാണ് റേറ്റ് വരുന്നത്. അതിൻ്റെ നമ്പേഴ്സ് കൂടി ഇവിടെ ഒന്ന് നോട്ട് ചെയ്തോളൂ. എംബ്രോയിഡറി ചെയ്യുന്ന സമയത്ത് നമ്മൾ 2-3 നീഡിൽ ത്രെഡ് എടുത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ഫാസ്റ്റായിട്ട് നമ്മുടെ വർക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഫസ്റ്റ് ഞാൻ ഫ്ലവർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓറഞ്ച് കളറിലെ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ചെയിൻ സ്റ്റിച്ചാണ് ഞാൻ ഈ ഫ്ലവറിന് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു ഡബിൾ ചെയിൻ എന്നുള്ള ഉദ്ദേശത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ചെയിൻ ചെയ്യാം. എന്നിട്ട് അതിന് പുറമേ ആയിട്ട് ഒരു ചെയിനും കൂടി ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. നമ്മുടെ വർക്ക് മാക്സിമം പെർഫെക്റ്റ് ആക്കാനായിട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ വളരെ സ്ലോവിലാണിത് കാണിക്കുന്നത്. പിന്നെ കുറച്ച് ത്രെഡ് എടുക്കുകയാണെങ്കിൽ ഈസി ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ഞാൻ 3 ഫ്ലവർ ഫിനിഷ് ചെയ്യാൻ വേണ്ടത്ര ത്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് കെയർഫുള്ളായിട്ട് ഈ ത്രെഡ് വലിച്ചെടുത്തില്ലെന്നുണ്ടെങ്കിൽ അതിൽ കെട്ട് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു പെറ്റൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ചുറ്റിലുള്ള പെറ്റൽസ് കംപ്ലീറ്റ് ചെയ്യാം.
ഇവിടെ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ഓറഞ്ച് കളറാണ് ഫസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പുറമേ ആയിട്ടൊരു റെഡ് കളർ കൂടി കൊടുക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിന് പകരം നമുക്ക് ഏത് കളർ വേണമെങ്കിലും അതിൻ്റെ ഷെയ്ഡ് ഇട്ടിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ലൈറ്റ് കളറും അതിൻ്റെ കുറച്ച് ഡാർക്ക് കളറും യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഫസ്റ്റ് നമുക്ക് ഈ ഓറഞ്ച് കളർ യൂസ് ചെയ്തിട്ട് ഫ്ലവർ കംപ്ലീറ്റ് ചെയ്യാം. ഈ ഫ്ലവർ ചെയ്യാനായിട്ട് ഞാൻ 6 strands ത്രെഡാണ് എടുത്തിരിക്കുന്നത്. 6 strands എടുത്താലാണ് കുറച്ച് തിക്നെസ് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ മാക്സിമം 6 strands എടുക്കാനായിട്ട് ട്രൈ ചെയ്യാം. ഇതാ ഇവിടെ ഒരു ഫ്ലവർ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓറഞ്ച് കൊണ്ട് ചെയ്ത ഫ്ലവറിൻ്റെ ചുറ്റിലും കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ള റെഡ് കളർ കൊണ്ടിട്ട് ഒരു ചെയിൻ കൂടി ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. നെക്സ്റ്റ് ചെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ടൈറ്റായിട്ട് വലിക്കാതെ നമ്മൾ ആദ്യം ചെയ്ത ചെയിനിൻ്റെ മേളിൽ കൂടി വന്ന രീതിയിൽ വേണം ഒന്ന് വലിക്കാനായിട്ട്. നമ്മൾ ത്രെഡ് വലിച്ചെടുക്കുന്ന സമയത്ത് വിരൽ കൊണ്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ പെറ്റലിലൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചു കൊടുക്കുക. അപ്പോൾ നല്ലപോലെ അത് ഭംഗിയിൽ നമുക്ക് വലിച്ചെടുക്കാൻ സാധിക്കും. കണ്ടോ, ഇതേപോലെ ആ ഫസ്റ്റ് പെറ്റലിനെ ചുറ്റി എടുത്തിട്ട് വേണം നമ്മളിത് വലിച്ചെടുക്കാൻ. ആദ്യം ചെയ്ത ഓറഞ്ച് പെറ്റലിന് ഒരു കവറിങ് പോലെയാണ് നമ്മൾ സെക്കൻഡായിട്ട് ഡാർക്ക് കളർ റെഡ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. ഇത് കുറച്ച് കെയർഫുള്ളായിട്ട് ചെയ്യുവാണെങ്കിൽ ഓരോ പെറ്റൽസും കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. ഇവിടെ ഞാൻ ലൈറ്റ് ഷെയ്ഡ് ഉള്ളിൽ കൊടുത്തിട്ട് അതിൻ്റെ പുറമെയാണ് ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഓപ്പോസിറ്റ് കോമ്പോസിഷൻ ഇതിലും കൊടുക്കാം. അതായത് ഫസ്റ്റ് ഡാർക്ക് കൊടുത്തിട്ട് നെക്സ്റ്റ് ലൈറ്റ് കൊടുക്കുന്ന രീതിയിൽ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാം കേട്ടോ. എപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യുന്ന കളർ അനുസരിച്ചിരിക്കും നമ്മുടെ സാരിയുടെ ഭംഗി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നല്ല കളേഴ്സ് സെലക്ട് ചെയ്യുക. പിന്നെ ഒരു സാരിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് മാക്സിമം നെറ്റിൽ നോക്കിയിട്ട് സാരിയുടെ പിക്ചേഴ്സൊക്കെ നോക്കുക. അപ്പോൾ അതിലേത് കളർ ഡിസൈൻ വന്നാലാണ് ഭംഗി, അങ്ങനെയൊക്കെ നോക്കിയിട്ട് ചൂസ് ചെയ്ത് വേണം കളർ സെലക്ട് ചെയ്യാനായിട്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വർക്ക് മാക്സിമം ഭംഗിയാക്കി ചെയ്യുക. ഒരുപാട് ഹറിബറിയായിട്ട് ചെയ്യാതെ കുറച്ച് ടൈം എടുത്ത് നീറ്റായിട്ട് വർക്ക് ചെയ്യുക. ഈ ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ഉള്ളിലായിട്ട് ചെറിയ ബഡ്സ് കൊടുക്കാം. അതിന് ഞാനിപ്പോൾ ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ചാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഫ്രഞ്ച് നോട്ട് യൂസ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. അതേപോലെ പെട്ടെന്ന് ഫില്ല് ചെയ്തെടുക്കാനും സാധിക്കും. ഫ്രഞ്ച് നോട്ട് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള സ്റ്റിച്ചാണ്. അപ്പോൾ അത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പ്രത്യേകം ഞാൻ പറയേണ്ടതില്ലല്ലോ. എന്നാലും ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഇവിടെ ഞാൻ 3 ടൈംസാണ് ടേൺ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഒരു 3-4 ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഫ്ലവറിൻ്റെ ഉൾഭാഗം ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ കുറച്ച് ഡാർക്ക് കളർ ത്രെഡ് ഇടുവാണെങ്കിൽ ഭംഗിയായിരിക്കും. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺട്രാസ്റ്റ് കളർ യൂസ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ സെയിം കളർ തന്നെയാണ് ഇടുന്നത്. നെക്സ്റ്റ് നമുക്ക് ഈ ഫ്ലവറിൻ്റെ ബഡ്സ് ചെയ്യാം. അത് ചെയ്യാനായിട്ട് റെഡ് യൂസ് ചെയ്ത് ഞാൻ ചെയിൻ സ്റ്റിച്ച് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മേളിൽ കൂടെ കുറച്ച് ഡാർക്ക് റെഡ്, അതായത് ഇച്ചിരി മെറൂണിഷ് റെഡ് കളർ ഇട്ടിട്ട് നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ഫ്ലവറും ബഡ്സും സെയിം ഷെയ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കുറച്ചുകൂടി ഡാർക്ക് ഷെയ്ഡ് ഇടുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ കുറച്ചുകൂടി അട്രാക്ഷൻ ഉണ്ടാവും കേട്ടോ. ഈ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സെക്കൻഡ് വരുന്ന ചെയിൻ പ്രോപ്പറായിട്ട് ചെയ്താലേ കാണാനായിട്ട് ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ശരിക്കും ഫസ്റ്റ് ചെയിനിൻ്റെ ചുറ്റിലും വരുന്ന രീതിയിൽ കവർ ചെയ്ത് വേണം ചെയ്യാനായിട്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു കളർ യൂസ് ചെയ്തിട്ട് ഈ ബഡ്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എംബ്രോയ്ഡറിയിൽ 2-3 കളേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കളേഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വർക്കിന് യോജിച്ച കളറാവാനും അതുപോലെ തന്നെ നമ്മുടെ സാരിക്ക് അനുയോജ്യമായ കളറാവാനും വേണ്ടി ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് പ്രീവിയസ് വർക്കും പിന്നെ നെറ്റിലെ കുറേ ഡിസൈൻസ് ഒക്കെ കൂടി സെർച്ച് ചെയ്യാൻ പറയുന്നത്. പിൻട്രസ്റ്റിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഡിസൈൻസ് കാണാനായിട്ട് സാധിക്കും. ഈ വീഡിയോയുടെ എൻഡിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള നെറ്റ് കോട്ട പ്ലെയിൻ സാരീസിൻ്റെ പിക്ചേഴ്സ് ഞാൻ ഇട്ടേക്കാം. അപ്പോൾ ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ കോൾ ചെയ്യുക. ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 590 ആണ്. നെക്സ്റ്റ് നമുക്കിതിൻ്റെ സ്റ്റെം ചെയ്യാം. സ്റ്റെം ചെയ്യാനായിട്ട് ഞാനിവിടെ സ്റ്റെം സ്റ്റിച്ച് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. സ്റ്റെം സ്റ്റിച്ച് നല്ല ഭംഗിയുള്ള സ്റ്റിച്ചാണ്, അതുപോലെ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. അപ്പോൾ ഞാനതിന് 6 strands ത്രെഡ് എടുത്തിട്ടുണ്ട്. നല്ല ഡാർക്ക് ഒലിവ് ഗ്രീൻ കളർ ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ 2 ലീവ്സാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് ഷെയ്ഡ് ത്രെഡ് എടുക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു സിംഗിൾ കളർ ത്രെഡ് എടുത്തിട്ട് സ്റ്റെമ്മും ലീഫും ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ചെറിയ ഡിസൈൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെറിയ ഫ്രെയിം യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്പീഡിൽ നമ്മുടെ വർക്ക് തീർക്കാനായിട്ട് സാധിക്കും. അതേപോലെ നമുക്കിത് കയ്യിൽ പിടിക്കാനായിട്ടും ഈസി ആയിരിക്കും. ഞാനിതിൽ 3 strands ത്രെഡ് എടുത്തിട്ട് അത് 2ആക്കി ഫോൾഡ് ചെയ്തിട്ടാണ് 6 strands ആക്കിയിരിക്കുന്നത്. സ്റ്റെം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡയറക്റ്റ് 6 strands കോർക്കാതിരിക്കുക. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നീഡിൽ ക്ലോത്തിൽ കോർത്തെടുക്കുമ്പോൾ ആ ഹോൾസ് ഇച്ചിരി വലുതായി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് 3 strands എടുത്ത് അത് ഫോൾഡ് ചെയ്ത് കെട്ടിയിട്ട് 6 strands ആക്കുന്നത്.
നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ലീഫ് ചെയ്യാം. അപ്പോൾ ലീഫ് ചെയ്യാനായിട്ട് ആദ്യം ലൈൻ പോലെ വരച്ചിരിക്കുന്ന പാർട്ട് സ്റ്റെം സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം ലീഫിൻ്റെ ചുറ്റിലും വരുന്ന പാർട്ട് ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇതേപോലെ നമുക്ക് ലീഫ് കംപ്ലീറ്റ് ചെയ്യാം. ലീഫിൻ്റെ ഔട്ട്ലൈൻ കംപ്ലീറ്റ് ആയിട്ട് ബാക്ക് സ്റ്റിച്ച് ചെയ്യാം. ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ റണ്ണിങ് സ്റ്റിച്ച് ഇട്ടിട്ട് നമുക്ക് ലീഫ് കുറച്ച് ഫില്ല് ചെയ്തെടുക്കാം. ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സ്റ്റിച്ചിൻ്റെ സൈസ് ഏകദേശം ഈക്വലായിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാലാണ് അത് കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. എൻ്റെ വീടിനടുത്ത് ചെറിയൊരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് നല്ല വോയിസ് വന്ന് നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ടെന്ന് അറിയാം. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. ഓൾമോസ്റ്റ് നമ്മുടെ ലീഫ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഞാൻ എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് കൂടി നിങ്ങളെ ഒന്ന് കാണിക്കാം. ചെറിയ റണ്ണിങ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ഇത് ഫില്ല് ചെയ്യുന്നത്. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫില്ല് ചെയ്യല്ല ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്കായിട്ട് റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ കാണുമ്പോഴേക്കും നല്ല ഭംഗിയായിരിക്കും. ഇത് നമുക്കൊരു വെറൈറ്റി ഡിസൈനായിട്ട് ഫീൽ ചെയ്യും. എപ്പോഴും നമ്മൾ ഓരോ ഡ്രസ്സ് വർക്ക് ചെയ്യുന്ന സമയത്ത് അതിലെന്തെങ്കിലും ഒരു സ്പെഷ്യൽ കാര്യം കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ലീഫ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. ഇതാ നമ്മുടെ ഒരു ലീഫ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ലീഫ് കൂടി നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആവും. ഫസ്റ്റ് നമ്മൾ സ്റ്റെം സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്ത ലൈൻ പാർട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ലീഫിൻ്റെ ചുറ്റിലും ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്ത് ചെയ്യുന്നത്. ഇതാ സ്റ്റെം സ്റ്റിച്ച് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ കംപ്ലീറ്റ് ആയിരിക്കുന്ന ഫ്ലവർ ബഞ്ച് ഒന്ന് കാണിക്കാം. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ നോർമലി ചെയ്യുന്നതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ലീവ്സാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പിക്ചേഴ്സാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതേപോലെ വെറൈറ്റി ആയിട്ടുള്ള ലീവ്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് സൈഡിലെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. വിൽ മീറ്റ് സൂൺ.